ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SSC CGL എക്സാമിനേഷൻ നമ്മുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ല സൂപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SSC CGL എക്സാമിനേഷന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. SSC CGL എക്സാമിനേഷനിലെ റീസണിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, തുടരെ ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ള ചില ടോപ്പിക്സ് ഏതൊക്കെയാണ്, ആ ടോപ്പിക്സിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എങ്ങനെ നേരിടാം എന്നതടക്കമുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് മുൻപായിട്ട് നിങ്ങൾക്കിവിടെ ഇഷ്ടം പോലെ ഡിപ്പാർട്ട്മെൻറ്റുകൾ കാണാം. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് SSC CGL എക്സാമിനേഷനിലൂടെ ജോലി നേടിച്ചെല്ലാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. നിങ്ങൾക്കിവിടെ കാണാം ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, IB ഉണ്ട്, റെയിൽവേ മിനിസ്ട്രി ഉണ്ട്, പിന്നെ NHRC ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് മിനിസ്ട്രികളുണ്ട്. ഈ മിനിസ്ട്രികളിലെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റുകളിലേക്ക് വളരെ ഉയർന്ന ശമ്പളത്തോടുകൂടി നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന എക്സാമിനേഷനാണ് SSC CGL എക്സാമിനേഷൻ. നമ്മൾ എക്സാം എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ്. സോ പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി ചെയ്യുന്നവർ ഒന്നും കൂടി ടൈറ്റായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുക. ഇത്തവണത്തെ എക്സാമിനേഷൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ നമുക്ക് ഈ വർഷം 17,727 വേക്കൻസീസ് ആണ് വരുന്നത്. സോ ഓൾമോസ്റ്റ് 18,000 വേക്കൻസീസ് ആണ് സാധാരണ വരുന്നതിൻ്റെ 3 times വേക്കൻസീസ് ആണ്. സോ നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള പ്രോബബിലിറ്റി വീണ്ടും 3 times ആയിട്ട് കൂടുകയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പല വീഡിയോസിലും. ഒന്നും കൂടെ നിങ്ങളുടെ പഠിത്തം ഉഷാറാവാൻ വേണ്ടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം CGL എക്സാമിനേഷൻ്റെ 2 tiers ആണുള്ളത്. Tier 1 ആൻഡ് Tier 2 ആണ്. സോ അതിൽ Tier 1 എക്സാമിലും Tier 2 എക്സാമിലും ഓൾമോസ്റ്റ് ഒരുപോലത്തെ സബ്ജക്റ്റുകളാണ്, പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Tier 1 എക്സാമിനേഷനിലെ റീസണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ Tier 1 എക്സാമും Tier 2 എക്സാമും തമ്മിലുള്ള സിലബസിൻ്റെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, Tier 1 എക്സാമിൽ ഇവിടേക്ക് നിങ്ങൾക്ക് Tier 1 എക്സാമിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാകും 4 സബ്ജക്റ്റുകളാണ് വരുന്നത്. Tier 2 എക്സാമിലേക്ക് പോകുമ്പോഴും അതേ 4 സബ്ജക്റ്റുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതുപോലെ തന്നെ മാത്സും റീസണിങ്ങും ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സുമാണ്. Tier 1 എക്സാമിൽ ഈ 4 എണ്ണവും വരും. 4 എണ്ണത്തിനും ഒരേ വെയിറ്റേജ് ആണ്. ഒരു സെക്ഷനിൽ 25 ചോദ്യങ്ങളാണ് വരിക. ഇവിടെ ക്വസ്റ്റിൻ്റെ ലെവലും വ്യത്യാസമുണ്ട്, ക്വസ്റ്റിൻ്റെ വെയിറ്റേജിലും നമ്മുടെ Tier 2 എക്സാമിലേക്ക് പോകുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന ബേസിക് കോൺസെപ്റ്റുകളോ അതിൻ്റെ തിയറികളോ ഷോർട്ട് കട്ടുകളോ ഒന്നും മാറുന്നില്ല. ക്വസ്റ്റ്യൻ്റെ ലെവലിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ Tier 1 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ Tier 2 കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റീസണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഓരോ വീഡിയോയിലും നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല, ജസ്റ്റ് വായിച്ചു വിടാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കോമൻറ്റിൽ എഴുതി ചോദിച്ചാൽ മതി. ക്ലാസിഫിക്കേഷൻ, അനാലജി, സീരീസിലൊക്കെ ഇതിലൊക്കെ സബ് ടൈപ്സ് ഉണ്ട് അല്ലേ. വേർഡ് ബേസ്ഡ്, നമ്പർ ബേസ്ഡ്, ആൽഫ ന്യൂമറിക്, ഇമേജ് ബേസ്ഡ്, ഇതിലൊക്കെ സബ് ടൈപ്സ് വരുന്നുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അതിൽ വരുന്നത് വേർഡ് ബേസ്ഡ് ഉണ്ട്, നമ്പർ ബേസ്ഡ് ഉണ്ട്, ഫിക്റ്റീഷ്യസ് ലാംഗ്വേജ് ഉണ്ട്, കണ്ടീഷണൽ കോഡിംഗ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ കോഡിംഗ് ഉണ്ട്, പല സബ് ടൈപ്സ് വരുന്നു. ഡിറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് 3 types ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. റാങ്കിങ് ആൻഡ് ഓർഡർ, അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, കാലണ്ടർ ആൻഡ് ക്ലോക്സ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ സെറ്റാണ്. വീണ്ടും മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ്, അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, വേർഡ് ബേസ്ഡ് അറേഞ്ച്മെൻറ്റ് ചോദ്യങ്ങൾ, ബ്ലഡ് റിലേഷൻഷിപ്പ്, മിസ്സിംഗ് നമ്പർ, വെൻ ഡയഗ്രം ആൻഡ് സിലോജിസം. ഇനി അടുത്തതായിട്ട് വരുന്നത് ക്യൂബ്സ് ആൻഡ് ഡൈസസ്. അപ്പോൾ ഇത് മുഴുവൻ നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്നതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വിഷ്വൽ റീസണിങ് ചോദ്യങ്ങളാണ് ഇതെല്ലാം തന്നെ. ക്യൂബ് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പേപ്പർ മടക്കി അതിനെ കട്ട് ചെയ്ത പാറ്റേൺ വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ, ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിനെ ഫോൾഡ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, വീണ്ടും മിറർ ഇമേജ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ, വാട്ടർ ഇമേജിൻ്റെ ചോദ്യങ്ങൾ, എംബഡഡ് ഫിഗേഴ്സിൻ്റെ ചോദ്യങ്ങൾ, ഫിഗർ സീരീസിൻ്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ നോൺ വെർബൽ റീസണിങ്ങിൽ നിന്നും വരുന്നതാണ്. ഇനി അടുത്തത് മെട്രിക്സ് റിലേറ്റഡ് ആയിട്ട്, അത് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ നിന്നും വരാറുണ്ട്. പിന്നെ സീക്വൻസസ്, ലോജിക്കൽ ഓർഡറിങ്, ഡേറ്റ സഫീഷ്യൻസി, സ്റ്റേറ്റ്മെൻറ്റിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രധാനമായിട്ടും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ആൻഡ് അനാലിസിസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ, സ്റ്റേറ്റ്മെൻറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നതെല്ലാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിൽ വരുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട്
ഇതിനു മുമ്പ് നടന്നിട്ടുള്ള SSC CGL എക്സാമിനേഷൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് മുൻപ് നടന്നിരിക്കുന്ന എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതേ പാറ്റേണിൽ അല്ലെങ്കിൽ ഇതേ വെയിറ്റേജിൽ ഈ വർഷം തന്നെ നടക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു വെയിറ്റേജ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് പ്രകാരം നോൺ വെർബൽ റീസണിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ വരും. എന്ന് വെച്ചാൽ നോൺ വെർബൽ റീസണിങ്ങിലെ മൊത്തം നേരത്തെ കാണിച്ച സ്ലൈഡിലെ പോലെ തന്നെ ആ മൊത്തം ടോപ്പിക്സിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ പ്രധാനമായിട്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ക്ലാസിഫിക്കേഷനിൽ നിന്നായിരിക്കും. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ കൂടുതലും ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഓഡ് വേർഡ് ആയിരിക്കും, ഓഡ് ലെറ്റർ ക്ലസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡ് ഇമേജ് ആയിരിക്കും, നമ്പർ സെറ്റ് ആയിരിക്കും. പിന്നെ വരുന്നത് അനാലജിയാണ്. അതിൽ വീണ്ടും നമ്പർ ബേസ്ഡ് അനാലജിയുടെ ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ വീണ്ടും വേർഡ് ബേസ്ഡ് അനാലജി, അതിനുശേഷം ആൽഫബറ്റ് ബേസ്ഡ് അനാലജി, ന്യൂമറിക് അനാലജി, ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിൽ കൂടുതലും ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ് SSC CGL കൂടുതലും കാണാറുള്ളത്. ഫിക്റ്റീഷ്യസ് ലാംഗ്വേജും കണ്ടീഷണലും സബ്സ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനെ വെച്ച് നോക്കുമ്പം കുറവാണ് മറ്റ് ടൈപ്പുകൾ വരുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെയാണ് കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ചില സമയത്ത് പസിൽസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതിൽ ചിലപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ലോജിക്കൽ ടേബിൾസ് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. പക്ഷേ ഈ ആദ്യം ഞാൻ തന്നിരിക്കുന്ന ഈ 3-4 ടോപ്പിക്കുകൾക്കാണ് സാധാരണ കൂടുതൽ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ പിന്നെ വരുന്ന മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സീരീസാണ്. സോ സീരീസിൽ നിന്നും വീണ്ടും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് വെർബൽ സീരീസ് ആണെങ്കിലും നോൺ വെർബൽ സീരീസ് ആണെങ്കിലും കൂടുതലായിട്ടും ആൽഫബറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്പർ ബേസ്ഡും വരാറുണ്ട്. ന്യൂമറിക്ക് സാധ്യത കുറവാണ്, ബട്ട് സ്റ്റിൽ ഉണ്ട്, ഇല്ല എന്നല്ല ഉണ്ട്, ബട്ട് സ്റ്റിൽ മറ്റതിനാണ് കൂടുതൽ പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വെയിറ്റേജിനനുസരിച്ച് റീസണിങ്ങിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടോപ്പിക്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരും എന്ന് നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്സിൽ നിന്നൊക്കെയുള്ള ചില എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ രീതി ആട്ടോ. ഇതിപ്പം CGL Tier 1 2023 ക്വസ്റ്റ്യൻ പേപ്പർ രീതി ചോദ്യമാണ്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ. എന്താണ് ഇതിൽ പറയണത്? സെലക്ട് ദ സെറ്റ് ഇൻ വിച്ച് the numbers are related in the same way as are the numbers of the following sets. അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്? നമ്പർ ബേസ്ഡ് അനാലജിയുടെ ചോദ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം 6, 14, 40, 10, 14, 48 4 ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെ സെലക്ട് ചെയ്യും? ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ നമ്പേഴ്സിൻ്റെ നേച്ചർ ഒന്ന് നോക്കുക. 6 ഒരു ചെറിയ നമ്പർ, 14 ഒരു ചെറിയ നമ്പർ, രണ്ടും ചേർന്ന് ഒരു വലിയ നമ്പർ ഉണ്ടായി അല്ലേ? ഇവിടെ വീണ്ടും ചെറുത് ഒരു വലിയ നമ്പർ ഉണ്ടായി. 2 ചെറിയ നമ്പേഴ്സിൽ നിന്ന് എങ്ങനെ നമുക്കൊരു വലിയ നമ്പർ ഉണ്ടാക്കാം? ഒന്നെങ്കിൽ അവ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്ത് നോക്കിക്കേ. 6, 14, 20, 20ൻ്റെ ഇരട്ടിയാണ് ഇവിടെ നമുക്ക് 40 കിട്ടുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ ജസ്റ്റ് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഈ 2 നമ്പേഴ്സും സം എടുത്തു, അതിന് ഡബിൾ എടുത്തു, അതാണ് മൂന്നാമത്തെ നമ്പർ. ശരിയാണോ എന്നറിയാൻ അടുത്തതിലൊന്നും കൂടെ ചെയ്യാം. ഇവിടെ എന്താ കാണുന്നത്? വീണ്ടും 10ഉം 14ഉം ആഡ് ചെയ്താൽ നമുക്ക് 24 കിട്ടും. വീണ്ടും 24ൻ്റെ ഡബിളാണ് അല്ലേ? 24ൻ്റെ ഡബിളാണ് ഇവിടെ 48 ആയിട്ട് വരുന്നത്. സോ ഇതിനിപ്പോൾ ലോജിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ ഇവിടെ ഒന്നാമത്തത് എയും രണ്ടാമത്തത് ബിയും ആണെങ്കിൽ മൂന്നാമത്തത് എന്ന് പറയുന്നത് A + Bയുടെ ഡബിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലോജിക്. അതേ ലോജിക്ക് പ്രകാരം തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. 11ഉം 5ഉം 16 ആണ്, ഡബിൾ 87 അല്ല. 5ഉം 9ഉം 14, ഡബിൾ 28. ഒറ്റയടിക്ക് നമ്മുടെ ആൻസർ കിട്ടി. ഓപ്ഷൻ നമ്പർ ബി ആണ് ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം വീണ്ടും 4 letter clusters have been given, out of which 3 are alike in some manner and 1 is different. Select the odd letter cluster. അപ്പോൾ ഇത് ഏത് സബ് ടൈപ്പിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്? ക്ലാസിഫിക്കേഷൻ്റെ ചോദ്യമാണ് അല്ലേ? തന്നിരിക്കുന്ന 4 ക്ലസ്റ്റേഴ്സിൽ 3 എണ്ണം ഒരുപോലെ, ഒരെണ്ണം മാത്രം വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടുപിടിക്കുക. CGL 2023 ചോദ്യമാണ്. ഇവിടെ അക്ഷരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ്റെ ചോദ്യമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നോക്കുക. ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂ നിങ്ങൾ ബൈ ഹാർട്ട് ആക്കി വെക്കണം കേട്ടോ. അന്നേരം ABCD വിരലിലെണ്ണം പോയാൽ സമയം പോകും, അത് നിങ്ങൾ ചെയ്യരുത്. ഫസ്റ്റത്തെ ഓപ്ഷനിൽ 8ഉം 14ഉം ഇവിടെ +6 ആണ് ഗ്യാപ്പ് വരുന്നത്.
വീണ്ടും 16ഉം 20ഉം +4 ഗ്യാപ്പ് വരുന്നത്. 4ഉം 10ഉം വീണ്ടും +6 2ഉം 8ഉം +6. അപ്പോൾ ഈ ആദ്യത്തെ 2 ലെറ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ നമ്പർ ബി ആണ്. നിങ്ങൾക്ക് സമയമുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, വെരിഫൈ ചെയ്യണമെങ്കിൽ ബാക്കി ലെറ്റേഴ്സും കൂടി എടുത്ത് നോക്കാം. അതിൻ്റെ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓപ്ഷൻ നമ്പർ ബി ആണ് കഴിഞ്ഞ വർഷത്തെ CGL എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം, which number would replace the question mark in the following number series CGL 2023 Tier 1 examination? 131, 132, 141, 166, 215, 417. അതിൻ്റെ ഇടയ്ക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ഏത് തരം ക്വസ്റ്റ്യൻ ആണിത്? നമ്പർ സീരീസിലെ ചോദ്യമാണ് അല്ലേ? അപ്പോൾ നമ്പർ സീരീസിൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമ്പേഴ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ എപ്പോഴും സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫെമിലിയർ നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക, പരിചയമുള്ള നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്പേഴ്സിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കുക. 131 നിന്നും 417 പോകുന്ന ഒരു സീരീസാണ് എന്ന് വെച്ചാൽ അത് ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സീരീസാണ്. ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അഡിഷൻ നടക്കണം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ഒരു നമ്പറിൻ്റെ മിനിമം ഇരട്ടിയെങ്കിലും അടുത്ത നമ്പർ വരണം. ഇവിടെ അങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടോ? ഇല്ല, അത്രയില്ല. അപ്പോൾ പിന്നെ ഉറപ്പിക്കാം ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ലോജിക് എന്ന് പറയുന്നത് അഡിഷൻ ആയിരിക്കും. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട, അഡിഷൻ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് നോക്കിക്കേ. ഇവിടേക്ക് 31ഉം 32ഉം +1 32ഉം 41ഉം +9. ഇനി അടുത്തതായിട്ട് ഇവിടേക്ക് 41ഉം 66ഉം +25 അല്ലേ? ഈ 1നും 9നും 25നും എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഞാൻ പറഞ്ഞു, നമ്പേഴ്സ് കാണുമ്പോൾ പ്രത്യേകതയുണ്ടോ, ഫെമിലിയർ ആണോ എന്ന് ഫസ്റ്റ് ആലോചിക്കുക. ഇതിനെന്താ പ്രത്യേകത? ഇത് 1ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ ഈ 9 എന്ന് പറയുന്നത് വീണ്ടും 3ൻ്റെ സ്ക്വയർ ആണ്. അതേപോലെ 25 ഇവിടെ എന്താണ് സംഭവം? അത് 5ൻ്റെ സ്ക്വയർ ആണ്. സോ 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് ഏതിൻ്റെ സ്ക്വയർ വരണം? ഇവിടേക്ക് നമുക്ക് 7ൻ്റെ സ്ക്വയർ വരണം. കറക്റ്റ് ആണോ? 7ൻ്റെ സ്ക്വയർ 49, 66ലേക്ക് ആഡ് ചെയ്താൽ കറക്റ്റായി. അപ്പോൾ ഇനി അടുത്തത് ഇവിടേക്ക് ഏത് വരണം? നെക്സ്റ്റ് 9ൻ്റെ സ്ക്വയർ വരണം. സോ 215ൻ്റെ കൂടെ 81 ആഡ് ചെയ്താൽ 296 ശരി ഉത്തരമായിട്ട് വരുന്നത്. 296 ഓപ്ഷൻ നമ്പർ എയിലുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ നമ്പർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അടുത്തതായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. In a certain code language, DXF is written as 102, URO is written as 162. How will L and Z be written in the same code language? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് അല്ലേ? കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ ചോദ്യം 2023 Tier 1 CGL എക്സാമിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക? ആദ്യം തന്നെ ഏത് സബ് ടൈപ്പാണ്? ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ട്. ആൽഫ ന്യൂമറിക് കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങിലെ ചോദ്യമാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആൽഫബറ്റ്സിനെ നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ പ്ലേസ് വാല്യൂ വരണം, അല്ലെങ്കിൽ കമ്പാരിസൺ വരണം. ഇതല്ലാതെ അവിടെ റിലേറ്റ് ചെയ്യാൻ വേറെ ലോജിക്കൊന്നും ഇല്ല. ഓക്കെ, ഔട്ട് ഓഫ് ദി ബോക്സ് ലോജിക്കുകളൊന്നും ക്വസ്റ്റ്യൻസിൽ സാധാരണ വരാറില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലെറ്റേഴ്സിൻ്റെ അക്ഷരങ്ങളുടെ പ്ലേസ് വാല്യൂ, സ്ഥാനങ്ങൾ നോക്കുക. അതിന് ഇവിടേക്ക് എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അത് മാത്രമാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ D ഉണ്ട്, X ഉണ്ട്, F ഉണ്ട്. ഇതിൻ്റെ വാല്യൂ ആയിട്ട് തന്നിരിക്കുന്നത് 102 ആണ്. ഇനി ഇതിൻ്റെ പ്ലേസ് വാല്യൂ നമുക്ക് അറിയാം. ഇവിടെ 4, ഇവിടെ പ്ലേസ് വാല്യൂ വന്നിരിക്കുന്നത് 24 ആണ്. ഇനി അടുത്തത് ഇവിടെ പ്ലേസ് വാല്യൂ വന്നിരിക്കുന്നത് 6 ആണ്. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 4ഉം 6ഉം 10ഉം 10ഉം 24ഉം കൂടെ ആഡ് ചെയ്താൽ 34 ആണ്. ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 34 × 3 ആണ് 102 നമുക്കിവിടെ കിട്ടുന്നത്. 90ഉം 12ഉം കറക്റ്റ് ആണ്. 102 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ജസ്റ്റ് പ്ലേസ് വാല്യൂ എടുത്തു, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്, അത് നമ്മൾ വെറുതെ നോക്കി സമയം കളയേണ്ട ആവശ്യമില്ല. അത് തന്നെ ആയിരിക്കും ലോജിക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാക്ക് നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ആ വാക്ക് ഏതാണ്? LNZ ആണ്. സോ നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്യുക. ഇവിടേക്ക് 12, വീണ്ടും ഇവിടേക്ക് 14, ഇവിടേക്ക് നമുക്ക് 26. 14ഉം 12ഉം ആഡ് ചെയ്താലും 26, 26, 26 ആഡ് ചെയ്താൽ 52. 52നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 150ഉം 6ഉം 156 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ നമ്പർ D ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഈ ലോജിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അടക്കം എടുത്ത് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ ഈ
ഒരു രീതിയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. എൻട്രി ആപ്പിൽ നമ്മുടെ കോഴ്സസ് ഒക്കെ അതിന് നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്. സോ നമ്മുടെ മിഷൻ CGL 2024-25 എന്ന് പറയുന്ന കോഴ്സ് ഇപ്പം നമ്മുടെ എൻട്രി ആപ്പിൽ ആക്റ്റീവ് ആണ്. സോ നിങ്ങൾക്കറിയാം എൻട്രി ആപ്പിൽ എല്ലാ കോഴ്സുകളും റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ ലൈവ് ക്ലാസ്സസും നിങ്ങൾക്ക് തരുന്ന കോഴ്സുകളാണ്. കംപ്ലീറ്റ് മെൻറ്റർഷിപ്പോട് കൂടിയിട്ടായിരിക്കും നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 100% സിലബസ് കവറേജ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സസിൻ്റെയും ലൈവിൻ്റെയും കൂടെ ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകളും ലൈവ് ക്വിസസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒക്കെ നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സസിൽ അവൈലബിൾ ആണ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ കോഴ്സ് വാങ്ങിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് എക്സാമിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. റീസണിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് അതെങ്ങനെ സോൾവ് ചെയ്യണം എന്നൊക്കെ നമ്മളിവിടെ കണ്ടു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ എഴുതി അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.